ഹായ് ഗൈസ്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവം ഞാൻ ഇന്ന് തുറന്ന് പറയാൻ പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പോപ്കോൺ നിങ്ങൾ എടുത്തോ, കാരണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 5 ദിവസത്തേക്ക് എനിക്ക് ശാരീരികമായി അസ്വസ്ഥത ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും തിരിച്ചു വരുന്ന വീഡിയോ കുറച്ച് പവർഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളായി പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളൊരു സിനിമ നമ്മളിപ്പോൾ OTT-യിൽ റിലീസ് ചെയ്ത് കണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ സിനിമ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടാണ്. ഞാൻ ഒന്നല്ല 2 തവണ കണ്ടു. ആദ്യത്തെ ദിവസവും ഞാൻ കാണുകയും ചെയ്ത് പടം ഇറങ്ങിയ ദിവസം തന്നെ കണ്ടു. അതിനുശേഷം എൻ്റെ അമ്മയെ കൂടെ കാണിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടി തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫും ഈ സിനിമ 2 തവണ കണ്ടു. അവൾ എൻ്റെ കൂടെ ആദ്യത്തെ ദിവസം കണ്ടു. അതിനുശേഷം വൈഫിൻ്റെ അച്ഛനും അമ്മയും കൂട്ടി ഷെനായ്സിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് അത് ഗംഭീര സിനിമ ആവണമെന്നില്ല. എന്നാൽ അതേസമയം ഞങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സിനിമ OTT-യിൽ വന്നപ്പോഴേക്കും ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഇത്ര നല്ലൊരു സിനിമയായിട്ട് തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരെ ഞാൻ ബഹുമാനിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ ടീമുകളുണ്ട്. അവർക്ക് ഭയങ്കര അജണ്ടകളുണ്ട് നല്ല രീതിയിൽ. അല്ലാതെ ഒരു യഥാർത്ഥ സിനിമാ സ്നേഹിയുടെ വികാരമോ കാര്യങ്ങളൊന്നും അല്ല. ഒരു അത്യാവശ്യം പഠിപ്പും വിവരവും ബോധമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ വളരെ മാന്യതയോടെ ആയിരിക്കും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ സിനിമ എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതൊക്കെ പറയാം. അതൊക്കെ മാന്യതയുള്ള പരിപാടി. വേറെ കുറേ ടീമുകളുണ്ട്. അവരുടെ ഉള്ളിൽ ഭയങ്കര അജണ്ടയുണ്ട്. അത് ഞങ്ങളുടെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം സംഭവം എന്നുള്ളത്. എന്തെങ്കിലും ഒരു സാധനത്തുമേ പിടിച്ചു കയറി ഒരാളെ ആക്രമിക്കുക, അയാളെ ഇമോഷണലി ഡൗൺ ആക്കാൻ, അല്ലെങ്കിൽ വേറെ ഹിഡൻ അജണ്ടകളോടെ ആളെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ അയാളുടെ വോയിസ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. ഇവർ ചെയ്യുന്ന ഒരു മാസ് ആയിട്ട് എന്തായാലും പറയണത് ഗൂഢാലോചന നടത്തി ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. ആ പരിപാടികൾ ഈ സിനിമയുടെ പേരിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ ഫീൽ ആയി. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയുന്നത്. നടന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയുടെ OTT റിലീസിന് ശേഷം ഞാൻ ഉൾപ്പെടെ ഈ സിനിമയെ പറ്റി ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം പറഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിൽ തെറിവിളിയും അവരെ ഡീഗ്രേഡ് ചെയ്യലും അവരെ ക്യാരക്ടർ അസാസിനേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ്, ഒരുപാട് പോസ്റ്റ്, അങ്ങനെ കണ്ടമാനം സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നല്ല ഹിഡൻ അജണ്ടയോട് കൂടിയുള്ള ഒരു സംഭവമാണ്. കാരണം ഒന്നാമത് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വളരെ ഫ്രാങ്കായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഭൂരിഭാഗം ആൾക്കാരും വള്ളികൾ വരണ്ട, ആരെയും വിഷമിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിൽ എങ്ങും തൊടാത്ത രീതിയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ വളരെ തുറന്ന അഭിപ്രായം ആയിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആ ഉള്ള ആൾക്കാരെ കൂടി വായടപ്പിക്കുക, അവരെ നിശബ്ദരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരുപാട് പേര് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ആ ആൾക്കാരെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകർ മണ്ടന്മാരാവരുത്, നിങ്ങൾ പ്രേക്ഷകർ പറ്റിക്കപ്പെടരുത്. എനിക്ക് വളരെ നിശ്ചയ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കോ. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകരെ ഞാൻ ഒരിക്കലും മണ്ടനാക്കാറില്ല. പക്ഷേ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ ഒരു തെറ്റായ കമൻറ്റ് വായിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ പ്രശ്നം വരരുതെന്ന് പോലും എനിക്കൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എൻ്റെ ഭാഗത്ത് എപ്പോഴും ശരിയായ കാര്യങ്ങൾ വേണം ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാനിത് അത്ര സ്ട്രോങ് ആയിട്ട് ഇങ്ങനൊരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം. സംഭവം വേറൊന്നുമല്ല. നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ പറയാം. പക്ഷേ അതൊരിക്കലും വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല, വേറെ ആരും അത് കാണാൻ പാടില്ല, വേറെ ആരും അത് കാണരുത്, അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത്യാവശ്യം ബോധവും വിവരവും ബുദ്ധിയും പഠിപ്പും ഒക്കെ ഉള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. ഇവിടെ പക്ഷെ കുറേ ആൾക്കാരുടെ ഒരു ടെൻഡൻസിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിനക്കും ഇഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം നിനക്കും ഇഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അത് ഇഷ്ടപ്പെട്ടാൽ നീ ഒരു പൊട്ടനാണ്, അല്ലെങ്കിൽ നീ കാക്കാശിന് ഗുണമില്ലാത്തവനാണ്, നിനക്ക് പണി കളയാൻ പാടാത്തവനാണെന്നൊക്കെ പറയുന്ന കുറേ മണ്ടം വിവരദോഷി കിഴങ്ങന്മാർ ഇവിടെ നാട്ടിലുണ്ട്.
അത് കൂടാതെ ഈ ഒരു കാരണത്താൽ ഈ പേരും പറഞ്ഞുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ വോയിസ് ഇല്ലാണ്ടാക്കി അതിൽ നിന്നും ആൾക്കാരെ പൊട്ടന്മാരാക്കി പറ്റിച്ചുകൊണ്ട് ആൾക്കാരുടെ പൈസ പിടിച്ചു പറിക്കാൻ നോക്കുന്ന കുറേ ലോബീസ് ഇവിടെ ഉണ്ട്, സിനിമ ലോബീസ് ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ സാധാരണ ഒരു ജനത്തിന് ഇതൊന്നും കാര്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടൊന്നും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ കേസ് ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അതൊരു മോശം സിനിമ ആവുന്നില്ല. ഈ പടം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചത് ഒരു ഗംഭീര സിനിമ ആവുന്നില്ല. ഇത് നഷ്ടവും ലാഭവും ഒക്കെ ആർക്കാണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസറിന് മാത്രമുള്ളൂ, അല്ലാതെ വേറെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോ പോസ്റ്റുകൾ കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുമ്പോഴേക്കും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരാവുകയാണ്. കാരണം ഈ സിനിമയുടെ OTT റിലീസിന് ശേഷം ഒരുപാട് ആൾക്കാരെ പെർപ്പസ്ഫുള്ളി നല്ല രീതിയിൽ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിക്കുകയും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഇങ്ങനെ രീതിയിലുള്ള ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കി കൊണ്ടുവരുന്ന പോസ്റ്റോ സംഭവങ്ങളോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോസ്റ്റ് നിങ്ങളൊന്ന് കോഡ്സിൽ കോപ്പി ചെയ്യുക, എന്നിട്ട് കൊണ്ടുപോയി ഗൂഗിളിൽ ചെന്നിട്ട് സൈറ്റ് കോളൻ എന്ന് പറഞ്ഞിട്ട് കോഡ്സിൽ ഈ സാധനം ഇട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇത് റിപ്പീറ്റഡ്ലി ഇഷ്ടം പോലെ ചാനലുകളിൽ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടാവും. അതുകൂടാണ്ട് സോഷ്യൽ മീഡിയയുടെ അങ്ങും പല സ്ഥലങ്ങളിലും ഇവന്മാർ ഈ തൊഴിലാളി രീതിയിൽ എല്ലായിടത്തും ചെന്നിട്ട് ഈ സാധനം ഇട്ടിരണം. കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഭൂരിഭാഗം ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞാൽ കുറേ ടൈറ്റിൽ കാർഡ്സിൽ കുറേ ആൾക്കാരെ കാണിക്കും. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുറേ ടീമുകളുണ്ടാവും. ഈ പറഞ്ഞ ആൾക്കാർക്ക് വെറുതെ നന്ദി പറയാനല്ല, ഇവരൊക്കെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ കോമ്പറ്റീറ്റീവ് സിനിമകൾ വരുമ്പോൾ ആ സിനിമകളെ താഴ്ത്തി കെട്ടുകയും ഡീഗ്രേഡ് ചെയ്യുകയും ഇവരുടെ സിനിമകൾ മുന്നേറാൻ വേണ്ടിയിട്ട് ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പണി കൊടുക്കുന്ന ടീമുകളാണ് ഈ പറഞ്ഞ ഇവർ താങ്ക്സ് കാർഡ് വെച്ച് വരുന്ന സംഭവങ്ങൾ. ഇതിൽ തന്നെ കുറേ ലോബികളും ഉണ്ട്. അവരുടെ സർവീസസുകൾ, അതായത് അവരുടെ പ്രൊമോഷൻ വർക്ക്സ് സിനിമാക്കാരല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ ആരെങ്കിലും അത് എടുത്തില്ലെങ്കിൽ ആ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയ്ക്കെതിരെ ഒരുപാട് ഡീഗ്രേഡിങ് നടത്തുന്ന ടീമുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഒരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരല്ല എന്നെ ഉൾപ്പെടെയുള്ള ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. കാരണം വെച്ചാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ ആ സിനിമയുടെ ടിക്കറ്റ് സ്വന്തം പൈസ കൊണ്ട് ബുക്ക് മൈ ഷോയിൽ നിന്നോ അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്നോ പർച്ചേസ് ചെയ്ത് ആ സിനിമ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നവർ മാത്രമാണ്. പക്ഷേ ഇങ്ങനെയല്ല ഫിലിം പ്രൊമോഷൻ ടീം. അവരൊരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആരെങ്കിലും നിന്നോ അവരുടെ നിന്ന് പൈസ മേടിക്കുകയും അവരുടെ ആക്ടേഴ്സിനെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസും ചെയ്ത് അതിനുശേഷം പിന്നെ ഇറങ്ങുന്ന ദിവസം മൈക്കും പിടിച്ചിട്ട് മറ്റേ തിയേറ്ററിന് പുറത്തു പോയി നിന്നും അല്ലാണ്ടും റോൾ പേജ് എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ അന്ന് തന്നെ ഇറങ്ങിയ വേറൊരു സിനിമയെ ചിലപ്പോൾ താഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റേ സിനിമ സൂപ്പറാണെന്ന് പറയുന്ന അങ്ങനെ പോസ്റ്റുകൾ വിട്ട് ഒരുപാട് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട്. അതിപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്നല്ല, എല്ലായിടത്തും ഉണ്ട്. കൊച്ചിയിൽ കുറച്ച് കൂടുതലുണ്ട്, കാരണം ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഇവിടെ ഫാൻ ഷോ പരിപാടി മറ്റേ മറിച്ചൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ ഓൺലൈൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ സ്വന്തം ഫേസ് കാണിക്കാതെ ഏതെങ്കിലും ഒരു കാർട്ടൂണിഷ് ഫേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമ എന്നൊക്കെ പറഞ്ഞ പേജുകളോ അങ്ങനെ രീതി വരുന്ന പേജുകൾ നിങ്ങൾ നോക്കി, ഇവർക്കൊന്നും ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ പോലെ സിനിമ കണ്ട് അഭിപ്രായം തുറന്നു പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇവന്മാരങ്ങനെയല്ല, ഇവർക്കൊരു മുഖമോ ഇവർക്കൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇവന്മാർ പൈസ മേടിച്ചിട്ട് നല്ല രീതിയിൽ ഇവർ പൈസ മേടിച്ച സിനിമയെ പൊക്കി അടിക്കുകയും അന്നിറങ്ങിയ മറ്റു സിനിമകളെ അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ ചവിട്ടി താത്താൻ നോക്കുന്ന പരിപാടി നല്ല പോലെ ഉണ്ട്. പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ. പണ്ട് എന്ത് കൂറപ്പടം വന്നാലും OTT അത് എടുക്കും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മര്യാദക്ക് തിയേറ്ററിൽ സിനിമ പെർഫോം ചെയ്ത സിനിമകൾ മാത്രമേ ഒരു OTTയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ, കാരണം കുറേ സിനിമകളൊന്നും ഇപ്പോഴും തിയേറ്ററിൽ വന്ന സിനിമകൾ ഓടാത്തതുകൊണ്ട് അതൊന്നും OTT പ്ലാറ്റ്ഫോംസ് എടുത്തിട്ടില്ല. പറയാൻ ഒരുപാട് സിനിമകളുണ്ട്, ഇതൊന്നും OTT പ്ലാറ്റ്ഫോംസ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനും അതുകൂടാതെ പ്രൊഡ്യൂസറെ പറ്റിച്ച് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് അവസാനം ഇത് ഓടാതെ വരുമ്പോഴേക്കും ആരെങ്കിലും തലയിലേക്ക് ബ്ലെയിം ഇടണ്ടേ. അപ്പോൾ അങ്ങനെ ബ്ലെയിം ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും നേരെ യൂട്യൂബേഴ്സിൻ്റെ തലയിലേക്ക് വെക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാപ്രകൾ ഇവിടെ കാണിക്കുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാമായിരിക്കും.
ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ ഉള്ളവനായാലും ശരി, ചിലപ്പോൾ യൂട്യൂബിൽ ഒരേ ഒരു വീഡിയോ ഇട്ടുള്ളവനായാലും ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂട്യൂബർ പ്രശ്നം ഉണ്ടാക്കിയെന്ന. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ആളും യൂട്യൂബിൽ 1-2 വീഡിയോ ഇട്ടുള്ളവൻ എങ്ങനെയാണ് യൂട്യൂബർ ആയത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഈ ഏതിനും യൂട്യൂബിന്റെ പേരെടുത്ത് തള്ളിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലും തെറ്റാണ്. അതായത് ഇപ്പോൾ ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റഡും എന്താണെന്ന് തിരിച്ചറിയാതെ ഫ്രൈഡ് ചിക്കനും കൊണ്ടുപോയി ബ്രോസ്റ്റഡ് എന്ന് പേരിടുന്ന പോലെയാണ് യുവമാർ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിൽ ഈ പ്രവണത കൂടുതലാണ്. MSG എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ അജീനോമോട്ടോ എന്ന് വിളിക്കുന്ന നാടാണ്. അപ്പോൾ അജീനോമോട്ടോ ഒരു കമ്പനിയാണ്, MSG ആണ് പ്രൊഡക്റ്റ് എന്ന് ഇതുവരെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാത്ത കിഴങ്ങന്മാരുള്ള നാടാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരുത്താൻ ഇവർക്ക് ആർക്കും പറ്റൂല. ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ അജണ്ട നടപ്പാക്കണം. ഈവൻ MSG എന്ന് പറയുന്ന സാധനം, മോണോസോഡിയം ഗ്ലൂട്ടിനേറ്റിന്റെ അല്ലെങ്കിൽ അജിനോമോട്ടോ എന്ന് പറയപ്പെടുന്ന സാധനം കഴിച്ചിട്ട് ആരും ചത്തതായിട്ട് ഇതുവരെ ലോകത്തെങ്ങും ഇല്ല. അത് അമേരിക്ക ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ചൈനീസ് ഫുഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു വലിയ കോൺസ്പിറസി എന്നുള്ള കുറേ സാധനങ്ങൾ മുൻതോക്കുക നെറ്റിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനില്ല. എന്ത് പറഞ്ഞാലും MSGയിലെ തലയിലേക്ക് വെച്ച് കൊടുക്കും. ഇത് MSG യൂസ് ചെയ്യുന്നതിന്റെ കേസൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ പാട് എനിക്ക് തന്നെ അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം ഈ സംഭവം. അതായത് നിങ്ങൾക്ക് റിവ്യൂവേഴ്സ് ആരാണ്, ഒപ്പീനിയൻ പറയുന്നവർ ആരാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മൂവി എക്സ്പേർട്ട് ആരാണ്, അതും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആരാണ്, അതൊന്നും തിരിച്ചറിയാൻ പറ്റണല്ലോ ഇപ്പം. കാരണം എല്ലാവന്മാരും എല്ലാ പേരെടുത്തിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്വയം ബുദ്ധി, അഭിപ്രായം, സംഭവം എന്ന് പറഞ്ഞൊന്നുമില്ലേ? അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ പിന്നെ ഈ സിനിമ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വന്ന് പേക്കൂത്ത് ഡാൻസ് കളിക്കുന്ന ഓമാരെ പിടിച്ച റിവ്യൂവർ എന്ന് പറയും. ഇത്രയും വലിയൊരു അപമാനം ഞങ്ങൾക്ക് ആർക്കും വേറെ വരാനില്ല. ഞങ്ങൾ തന്നെ റിവ്യൂവർ എന്ന് പേര് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നവർ മാത്രമാണ്, ഒപ്പീനിയൻ പറയുന്നവരാണ്. പക്ഷേ നമ്മളെയും കൂടി ഇവരെ ഒരേ ഗണത്തിൽ കെട്ടിക്കൂട്ടുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര ശോകം സീനാണ്. അതേപോലെ വേറെ എന്ത് കാര്യം എനിക്ക് സഹിക്കാം. ഈ പൈസ മേടിച്ചാണ് റിവ്യൂ ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പൊളിയും, നല്ല രീതിയിൽ പൊളിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം നമ്മുടെ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഊച്ചാളി വെറുതെ ഒന്ന് കമന്റ് ഇടുകയാണ്, നീ പൈസ മേടിച്ചിട്ടാണ് ചെയ്യണമെന്ന്. നിനക്കറിയാവോടാ ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്യണമെന്നില്ലോ? അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അറിവിൽ ഒരാളെ പോലും എനിക്കറിയാൻ പാടില്ല പൈസ മേടിച്ചിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് റിവ്യൂ പറയുന്ന എൻ്റെ ചുറ്റളവിലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൂഫ് സഹിതം പറ. അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ സിനിമാക്കാരിലോ ആരെങ്കിലും അയാൾക്ക് പൈസ കൊടുത്തതായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കാണിച്ച് അയാൾക്കെതിരെ സംസാരിക്കും. ഒന്നുമില്ല. ചുമ്മാ വന്ന് ഓരോരുത്തന്മാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരാളെ തലയെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ നാട്ടിലുള്ള ഈ പറയുന്ന ആൾക്കാർക്കൊന്നും സ്വന്തമായ അഭിപ്രായം എന്ന് പറഞ്ഞ സാധനമില്ലേ. കണ്ടവന്റെ അഭിപ്രായം കേട്ടിട്ടാണ് ഒരു സിനിമയ്ക്ക് പോകുന്നത്. സ്വയം പോയി സിനിമ കണ്ടിട്ട് അഭിപ്രായം എടുത്താൽ പോരെ, അത് പിന്നീട് നോക്കിയാൽ പോരെ. ഒരു സിനിമ ആദ്യം നിങ്ങൾ കാണുക, അതിനുശേഷം അഭിപ്രായം കണ്ടാൽ പോരെ. ഇതല്ല. എന്നാൽ ശരി, അഭിപ്രായം നോക്കണമെങ്കിൽ പോലും പിന്നെ അത് നിങ്ങളാണ് തീരുമാനിക്കണം ഈ സിനിമക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളത്. അത് പോയി കണ്ടിട്ട് വേറൊരാളെ തലയിൽ വെച്ച് കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? ഇപ്പോൾ ഭക്ഷണം പോലെ തന്നെയാണ് സിനിമ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ ഇനി ഇഷ്ടപ്പെടാത്തവൻ്റെ തലയെ കൊണ്ടേ വെച്ച് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ കഴിച്ച സാധനം വല്ല പുളിച്ച് കേടായിരിക്കണമെങ്കിൽ അത് എന്താണ്, അതിനെപ്പറ്റി വീഡിയോ ഇട്ട ആളല്ലേ ചീത്ത വിളിക്കേണ്ടത്. അവിടെ നിന്ന് വാ തുറന്നിട്ട് ഹോട്ടലിൽ ചെന്ന് പറയണം. ഇതൊന്നുമല്ല, അവിടെ മറ്റേ വാവത്തി മിണ്ടായിരുന്നിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് കുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, എല്ലാവന്മാരും മറ്റേ കീബോർഡ് പോരാളികളാണ്. ഒറ്റെണ്ണത്തിന് വാ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല, നട്ടലുമില്ല. കുറെ ടീമുകളുണ്ടല്ലോ ഈ വന്നിട്ട് കമന്റിൽ തെറി പറയണവന്മാര്. നിനക്കൊക്കെ എന്താണ് സാമാന്യത്തിനുള്ള ഉറപ്പുണ്ട? നേരിട്ട് വന്ന് നിന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? ഇല്ലല്ല. ഈ വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം. കുറെ എണ്ണങ്ങളുണ്ട് ടീ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ റെഡിറ്റി കയറി ഇരിപ്പുണ്ട്. നിനക്കുള്ള ചായം പരിപ്പോട്ടൊക്കെ ഞാൻ വേറെ തരുന്നുണ്ട്. വേറെ വീഡിയോ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് വെടിപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവന്മാരെ പറ്റിയിട്ട്. പക്ഷെ നിങ്ങൾ റെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് വളരെ മാന്യമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറെ എണ്ണങ്ങൾ ചായ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കുറെ ഉണ്ടാക്കി കൂട്ടണം ഞാൻ കാണുന്നുണ്ട്. നീയൊക്കെ എന്താ വിചാരിച്ചത് ഞാൻ മറ്റേ ചന്ദ്രനിന്ന് വന്നാണ്, ഇതൊന്നും കാണുന്നില്ല എന്നാണ് നീയൊക്കെ വിചാരിച്ചത്? നീയൊക്കെ ഇടുന്ന ഓരോ കമന്റും ഞാനെടുത്ത് വെക്കുന്നുമുണ്ട്, ഞാൻ കാണുന്നുമുണ്ട്. നിനക്കൊക്കെ എതിരുണ്ടല്ലോ നല്ല അസലായിട്ട് എന്താണ് പണി തരാൻ എനിക്കറിയാം. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. നീയൊക്കെ ഈ റെഡിറ്റി കിടന്നിട്ട് കാണിച്ചു കൂട്ടണൊക്കെ നിന്റെയൊക്കെ വിചാരം ആരും അറിയുന്നില്ല എന്നൊക്കെയാണ്. അല്ല മക്കളെ, എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ അതിനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങളൊരു വിചാരമുണ്ട്, ഐഡന്റിറ്റി ഇല്ല, മുഖമില്ലാതെ വെറുതെ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിക്കഴിഞ്ഞ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് അപരാധവും വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ നീ ഒന്നും പിടിക്കപ്പെടില്ല എന്നുള്ള. അതിനൊക്കെ ഒരു
അതിനൊക്കെ ഉള്ളൊരു സാധനം മഞ്ഞുണ്ട്. ഇത് ഇവിടെ ഞാനിങ്ങനെ ആക്ച്വലി അല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കൂട്ടിക്കുമ്പോൾ അടിക്കണ അടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കണം. ആ അടിയിൽ ആൾ വീഴണം. അല്ലെങ്കിൽ നമ്മൾ അടിച്ചിടാൻ ഉദ്ദേശിക്കുന്ന ആളിൽ മാക്സിമം പവറിലാണ് നമ്മൾ അടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് കീഴടക്കാൻ പറ്റും. നിന്നെയൊക്കെ കീഴടക്കണമെങ്കിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ ഈ ഇരിക്കുന്നത്. കാരണം എനിക്ക് കിട്ടും നിങ്ങളെയൊക്കെ കയ്യിൽ. അന്ന് ഞാൻ എക്കത്തിനെ എടുത്തിട്ട് ഭിത്തിയിലല്ല ബഹിരാകാശത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നീയൊക്കെ ഞങ്ങളെ ഇറക്കിയേറ്റവും പറഞ്ഞ് നടക്കണല്ലേ. നിന്നെയൊക്കെ അടിച്ച് മറ്റേ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുള്ളതാണ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലിറ്ററലി ഓരോ എവിഡൻസും സാധനങ്ങളും മറ്റേ മറിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് എനിക്കറിയാൻ എന്തെങ്കിലും ഉപയോഗപ്പെടും എന്നുള്ളത്. ഓരോരുത്തന്മാർ ഈ റെഡിറ്റിൽ കിടന്നിട്ട് നിങ്ങൾ റെഡിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും ഒന്നും മോശമൊന്നും പറയാനില്ല. പക്ഷെ ചിലവന്മാരുണ്ട് പർപ്പസ്ഫുള്ളി ആളുകളെ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ചെയ്യുന്നവരെയൊക്കെ മോശപ്പെടുത്തി സംസാരിക്കുകയും വൾഗറായിട്ടുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുകയും ഈവൻ ഓരോ പേജ് തുടങ്ങി വെച്ചിട്ട് സബ് റെഡിറ്റ് എന്ന് പറയും ഇതെന്ന് പറഞ്ഞ സാധനമൊക്കെ തുറന്നു വെച്ചിട്ട് ഇരുന്ന് തേജോവധം ചെയ്യുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട് കുറേ ഡെവിൾ എന്ന് പറഞ്ഞ പേരൊക്കെ ഇട്ടൊരു ഒരു ടീമുണ്ട്. അവൻ ഒരു ഒറ്റ സിനിമ തിയേറ്ററിൽ പോയിരുന്നു കാണില്ല. ഒറ്റ സിനിമ തിയേറ്ററിൽ കാണാനായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. സിനിമ പോലും കാണാതെ വന്നിരുന്ന് അപരാധം പറച്ചിലാണ്. അതിലെ നടനെ തെറി വിളിക്കുക, ആ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞവരെയൊക്കെ തന്തയ്ക്കും തളയ്ക്കും തെറി പറയുക. ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ഹോബി. ഇവൻ നേരത്തെ പ്രവാസിയായിരുന്നു, അവിടെ ഇരുന്നാണ് ഇവൻ്റെ പണി. ഇപ്പം അവൻ ഇവിടെ ഇരുന്നിട്ട് കിടന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ എന്നാലും ഇവന് പണി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അതുപോലെ കിടന്ന് വിളയുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ കോക്കണൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോക്കണനെ പൂട്ടാനും പിടിക്കാനും ഭയങ്കര ഉത്സാഹം കാണിക്കുന്ന കുറേ സിനിമാക്കാരുണ്ട്. നിങ്ങളെന്താ ഇവനെ ഒന്നും കാണുന്നില്ലേ? ഒരു സിനിമ പോലും കാണാതെ, കോക്കണൻ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയണത്. ഇവൻ സിനിമ പോലും കാണാതെ അതിലെ നടനെയും അതിലെ ആൾക്കാരെയും നടിമാരെയൊക്കെ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും വൃത്തികേട് പറയുകയും തെറി പറയുകയൊക്കെ ചെയ്തിട്ട് ഇതൊന്നും നീ ഒന്നും കാണുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ലേ? അന്ന് ഡെവിൾ എന്നുള്ള പേരിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് പേക്കൂത്തൻ അവൻ കിടന്ന് പറയണത്? ഒരാളെ വാ തുറന്ന് മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. വാ തുറന്ന് നമ്മൾ ദേഷ്യം വരുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ നമ്മൾ തെറി പറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ക്ഷമ കെട്ടിട്ടായിരിക്കും ചിലപ്പോൾ. ഇവനതുപോലെ വാ തുറന്ന തെറിയാണ്. വാ തുറന്ന് എല്ലാവരും പള്ളു വിളിക്കലാണ് ഇവൻ്റെ പരിപാടി. അത്രയും മോശമായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ അവൻ എൻ്റെ ഒരു ഫോട്ടോ സഹിതം ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട്. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്, എന്തായാലും തരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റി നമുക്ക് ഇപ്പോൾ ഒരാൾ വീഡിയോ ചെയ്യണം. ഇപ്പം ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അതിനെതിരെ ഒരാൾ വീഡിയോ ഇടണം. അയാൾക്ക് മര്യാദ എന്ന് പറഞ്ഞ സാധനം ചെയ്യുക. അതായത് ഈ ആൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞ പോലെയൊന്നുമല്ല എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞാൽ മാന്യത. ഇതങ്ങനെയല്ല. ഇത് ഇരുത്തി തെറി പറഞ്ഞ് വളരെ മോശമായിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ള തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുൽ ചേട്ടൻ, വേണു ചേട്ടൻ എന്നും വിളിക്കും. വേണു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഞങ്ങളോടെല്ലാവരോടും അതിനകത്ത് അനുവാദം ചോദിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ബ്ലൂ സട്ടൈമാരുണ്ട്, പുള്ളിയുടെ ഒരു പോർഷൻ മാത്രം പുള്ളിക്ക് ബ്ലൂ സട്ടൈമാരനെ കിട്ടാത്തതുകൊണ്ട് പുള്ളിയുടെ ഒരു പോർഷൻ മാത്രം പുള്ളി അനുവാദം ഇല്ലാതെ ചെയ്ത ഒരു സംഭവമുള്ളൂ. ബാക്കി എല്ലാവരുടെ അനുവാദം എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ആ ബ്ലൂ സട്ടൈമാരൻ പോലും ആ വീഡിയോ കണ്ടാലും പുള്ളി ആ വീഡിയോയ്ക്ക് ഒന്നും പറയാൻ പോകില്ല. കാരണം അത്രയും മാന്യതയോടെ ഒരു തമാശ രൂപേണയാണ് ആ സംഭവം ചെയ്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഒരു ചിരിയെ വരുള്ളൂ. ഞാൻ അതിൻ്റെ അടിയിൽ തമാശ രൂപം കമൻറ്റ് വരെ ചെയ്തിട്ടുണ്ട് റിപ്ലൈ ആയിട്ട്. അതുപോലെ അല്ല തേജോവധം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണം. ഈവൻ ആ വീഡിയോ കുറേ മാർക്ക് ട്രിഗറായിട്ട് അതിൽ കൊണ്ടുവന്ന് ഭയങ്കര ഒരു നെഗറ്റീവ് തള്ളിക്കയറ്റി. അവൻ്റെയൊക്കെ വിചാരം എന്തായിരുന്നു പറഞ്ഞാൽ ഇത് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവം വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാരൊന്ന് മാക്സിമം തള്ളിച്ചേട്ടാ. അത് കഴിഞ്ഞപ്പോഴേക്കും വേണിച്ചേട്ടൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു പിൻ കമൻറ്റ് ഇട്ട് ഇത് ഞങ്ങളോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് ചെയ്ത വീഡിയോ ഇത് ഫണ്ണായിട്ട് ചെയ്താണ്, അല്ലാതെ നിൻ്റെയൊക്കെ ഈ നെഗറ്റീവ് കോപ്പ് കേൾക്കാൻ വേണ്ടി അല്ല എന്ന രീതിയിൽ കമൻറ്റ് ഒക്കെ ഇട്ട്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മാരൊക്കെ അങ്ങോട്ട് ചൂളി നശിഞ്ഞു പോയി. ഇവന്മാരുടെ ഈ കംപ്ലീറ്റ് ഈ പൈസ മേടിച്ചിട്ടുള്ള ഡീഗ്രേഡിങ് അവിടെ മൊത്തത്തിൽ അളിഞ്ഞ് ചീഞ്ഞ് പണ്ടാരടങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്തെങ്കിലും കോപ്രായം വന്നിവിടെ പറഞ്ഞാൽ എല്ലാം കൂടി അക്ഷരം തൊടാതിരുന്ന് പ്രേക്ഷകർ വിഴുങ്ങുന്ന. ഇവിടുത്തെ പ്രേക്ഷകർ അത്ര വലിയ പൊട്ടന്മാരൊന്നുമല്ല. കുറച്ച് പേരുണ്ടാവും നിങ്ങളുടെ ഈ കുബുദ്ധി കാരണം കുറച്ച് പേര് പെട്ടുപോണത്. പക്ഷേ
ഈ സിനിമയെ പറ്റി തന്നെ ഞാൻ വേറെ ത്രെഡ് തുടങ്ങിയെന്ന് വിചാരിച്ചു. ഈവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പോസ്റ്റുകൾ വേറെ കാണാൻ പറ്റും. ഈ സിനിമ എനിക്ക് മാത്രമാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അതിനകത്ത് എന്തോരം പേര് പറഞ്ഞിട്ടുണ്ട് അല്ല എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. നീയൊക്കെ എത്രയൊക്കെ കമൻറ്റ് ഇട്ടാലും ഉണ്ടല്ല, ഇവിടെ സാധാരണ പ്രേക്ഷകൻ ഫാമിലി ഓഡിയൻസ് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് മാന്യതയോടെ തുറന്നു പറയും. മാന്യത എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ആര് എന്ത് പറഞ്ഞാലും അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അവരോട് നമുക്ക് ബഹുമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അല്ലാണ്ട് ഒരാളെ തേജോധം ചെയ്യുകയും ചീത്ത വിളിക്കുകയും അസഭ്യം പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ആരും അത് വിലക്കെടുക്കാൻ പോകണില്ല. എനിക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു രോമത്തിൻ്റെ വില പോലും ഇല്ല. അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഈ പ്രേക്ഷകരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു തിയേറ്ററിലുള്ള ഒരു സംഭവം, തിയേറ്റർ എന്താ പറയുക, റെസ്പോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ അഭിപ്രായം ആയിക്കോട്ടെ, അതുമല്ല ഒരു TV പ്രോഗ്രാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിലൊക്കെ കണ്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ സാധാരണ പ്രേക്ഷകരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ അഭിപ്രായം ആദ്യം എടുക്കുക. കാരണം ഇവിടെ ഈ അഭിപ്രായം എന്ന് പറഞ്ഞ സാധനം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ, അയാൾ പൈസ കൊടുത്തിട്ടാണ് ഒരു സാധനം ചെയ്യുന്നത്. പൈസ കൊടുത്തിട്ട്, വാങ്ങിയിട്ടല്ല, പൈസ കൊടുത്തിട്ട് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയോ അത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് അഭിപ്രായം പറയുമ്പോൾ അയാൾക്ക് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതിനെപ്പറ്റി പറയാൻ. അയാൾ പറയുന്ന രീതിയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവരും എനിക്കിഷ്ടപ്പെട്ടില്ല, എൻ്റെ മാത്രം അഭിപ്രായം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഈ എല്ലാം വന്നിട്ട് സൂപ്പർ 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 എന്ന് പറയുന്ന ടെൻഡൻസി വരുന്ന സംഭവങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കൂടുതൽ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ആരാണ് മര്യാദക്ക് പറയണത്, അല്ലാത്തവർ പറയണതെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ, ആ ഷോയുടെ രീതികൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആളുകളെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറയാം. കാരണം ഇത് പറയാൻ പോയാൽ കുറേ ഉണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കണ്ടവരുടെ അഭിപ്രായം ആദ്യം എടുത്തു വെച്ചിട്ട് സ്വന്തം അഭിപ്രായം ചിന്തിക്കാതെ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുഴുനീളെ ഒരു മണ്ടൻ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എപ്പോഴും അതൊരു ഫുഡ് ആയിക്കോട്ടെ, ഒരു സിനിമ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായമാണ് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത്. അതിന് ശേഷമേ വേറൊരാളുടെ അഭിപ്രായം എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം, വളരെ സ്ട്രോങ് ആയിട്ട് പറയണം. പക്ഷേ അതിൽ മാന്യത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്നെ ഒരു മോശക്കാരനാക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ടെർബോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മോശം സിനിമ ആയോ? ഇല്ല. ഒരുപാട് പേര് അത് തിയേറ്ററിൽ പോയി കണ്ടു, അവർക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് കണ്ടു, അഭിപ്രായം പറഞ്ഞു. പക്ഷേ ടെർബോ അത് ഇഷ്ടപ്പെട്ട ഒരുത്തൻ വന്നിട്ട് എന്നോട് നീ എന്ത് കോപ്പനാടാ, എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്, നീ ഏത് പൊട്ടനാന്ന് പറഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ മാനിക്കാൻ പറ്റും? ഇപ്പോൾ ഒരാൾ വന്ന് പറയാനാണ്, ചേട്ടൻ പറഞ്ഞ പോലെയല്ല, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷേ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് എനിക്കൊരു ബഹുമാനം ഉണ്ടാവും. അങ്ങനെ വേണം പറയാൻ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നീ ഇഷ്ടപ്പെടാൻ പാടില്ല, ഇങ്ങനത്തെ കുറെ ഊച്ചാളികളുണ്ട്. ഇവന്മാരൊക്കെ എനിക്കുണ്ടല്ല, എനിക്ക് 10 പൈസയുടെ വിലയില്ല ഇങ്ങനത്തെ ടീമുകളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു യഥാർത്ഥ സിനിമാ സ്നേഹിയോ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം അവരവരുടെ ചിന്തകളെ വേറൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ചെറ്റ മലയാളി പരിപാടിയുണ്ട് ഇവിടെ. അത് നല്ല രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ട്, കുറേ പേർക്ക്. ആ ഒരു സാധനം ഇനിയെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. ഈ 2024 ഇനിയെങ്കിലും ഈ അമ്മാവൻ ഐഡിയോളജി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് വേറെ ആൾ ഇഷ്ടപ്പെട്ട് കൂടാന്നൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുക. ഞാനിതിങ്ങനെ പറയണത്, ഒരു 10 പേര് കേട്ട് ഒരു 5 പേര് തലയിലേക്ക് കയറ്റിയെടുത്തിട്ട് 2 പേര് നന്നായാൽ അല്ലെങ്കിൽ അതിൽ ഒരാൾ തിരുത്താൻ തയ്യാറാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. ഇപ്പം എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന്. ഇഷ്ടപ്പെട്ടാൽ നല്ലത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ വിൽ റെസ്പെക്ട് ഇറ്റ്. പക്ഷെ അതിന് പറയണ ഒരു രീതിയുണ്ട്.
ഇവിടെ കുറേ അമ്മമാര് വ്യൂസ് കിട്ടാനും വേണ്ടി അത് മെയിൻ സിനിമ നിരൂപണം ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്ന നല്ല വ്യൂസ് കിട്ടുന്ന ആൾക്കാരെ എടുത്തിട്ട് ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു കാര്യം അത് കാമ്പോ കഴമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം, ഇതൊന്നുമില്ല, ചുമ്മാ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യണം. ചുമ്മാ വന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, വെറുതെ ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വെറുതെ ഡിഗ്രേഡ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യുമ്പോഴല്ല നല്ല അസല് പണി തരാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. കൂടാണ്ട് നമുക്ക് ആ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമിനെ അറിയിച്ച് ആ കമ്പനി അറിയിച്ച് നിങ്ങളുടെ പേജ് വരെ പൂട്ടിക്കാനുള്ള പരിപാടിയുണ്ട്. കാരണം അത് ചെയ്തുകൂടാ. ഇതൊക്കെ പല ആൾക്കാരും പോട്ടെ എന്നുള്ള രീതിയിൽ പോയിട്ടാണ്. പക്ഷെ ഇനി ഇതിങ്ങനെ പോട്ടെ എന്നുള്ള സെറ്റപ്പിൽ വീടില്ല. കാരണം കളിച്ച് നിങ്ങളൊക്കെ മുതുകത്ത് കയറി മാന്താൻ തുടങ്ങി. ഇനി ഒരു പരിധി വിട്ട് മാന്ത് കിട്ടിക്കുമ്പോഴല്ല അടിച്ച് പരത്തും. അപ്പോൾ നീയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല. നമ്മളതിനെ മാനിക്കുന്നു, ക്രിറ്റിസിസം ആവാം. പക്ഷേ ഇൻസൾട്ട് ക്രിറ്റിസിസം ആയി മാറരുത്. ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നത് ക്രിറ്റിസിസം ആക്കരുത്. അത് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള സാധനമാണ്. അത് ചെയ്തുകൂടാന്നുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ മര്യാദക്ക് നീയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിനുള്ള തിരിച്ചുള്ള പണി ചെയ്യാൻ നമുക്കറിയാം. ഞാനിപ്പോൾ വളരെ റീസെൻ്റ്ലി കുറേ നാളായിട്ട് ഇപ്പോൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിനക്കൊക്കെ ഉള്ള ചായം പരിപ്പൂടായിട്ട് ഞാൻ വരും. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് മറ്റേ ചായം പരിപ്പൂടം തരണ പോലെ എല്ലായിരിക്കും, എക്കത്തിനും വെച്ച് ഞാൻ തരും. നല്ല രീതിയിൽ എല്ലാത്തിൻ്റെയും അണ്ണാക്കി ഞാൻ പൊള്ളിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് കൂടുതൽ ചെയ്യിപ്പിക്കരുത്. കാരണം എനിക്ക് ആ പണി അറിയാം ചെയ്യാനായിട്ട്. ഞാൻ വേണ്ട ഓരോരുത്തന്മാർ മറ്റേ പേജ് കൊണ്ട് ജീവിച്ച് പോകണല്ലേ ഇവന്മാരുടെ ഈ പറഞ്ഞ റീപോസ്റ്റ് പേജും അതുപോലെ തന്നെ ട്രോൾ പേജും ഒക്കെ ഉണ്ടാക്കി ചിലപ്പോൾ അവൻ അന്നത്തെ ഊണ് കഴിക്കണത്. അതിൻ്റെയൊക്കെ വേണ്ടാന്ന് വെപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് നമ്മളിങ്ങനെ നിൽക്കണത്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിന്നെ കുറേ എണ്ണങ്ങളുണ്ട് വന്നിട്ട് തെറി പറയണം, അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ തെറി പറയണമാര്. നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തന്നിട്ടുണ്ട്, നല്ല അസലായിട്ട് തരും, നീ പേടിക്കണ്ട. എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇങ്ങനെയുള്ളവന്മാരെ ഞാൻ വെറുതെ വിടൂല. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ഈ സമയം എടുത്ത് വെയിറ്റ് ചെയ്യുന്നത് നിന്നെയൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. നിൻ്റെയൊക്കെ വിചാരം ഉണ്ടാവും ഞാൻ അത് വിട്ട് കളയില്ല മോനെ. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ നിന്നെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വന്നിട്ട് തേടിയെടുത്ത് ഞാൻ ശവരം ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കിന്നോ, പണി വരും, എന്തായാലും വരും. ഞാൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കണത് ഇതിൻ്റെ ഒരു സംവിധാനം പൂർണ്ണമായി വരാനും പിടിക്കുമ്പോൾ ഞാനൊരു കെണി വെക്കുമ്പോൾ ആ കെണിയിൽ വീഴേണ്ടവൻ വീഴണം. ആ വീഴ്ത്തി ഞാൻ എടുക്കും. എന്നിട്ട് പിന്നെ അവൻ കെണി വീഴാൻ ബാക്കി ഉണ്ടാവില്ല. ഒരു തവണ ഞാൻ കെണി വെക്കുള്ളൂ, അത് വീഴ്ത്തും ഞാൻ അതോടെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതെൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഈ വന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് കളിക്കണ പോലെ എൻ്റെ അടുത്ത് വന്ന് കളിക്കാൻ നിൽക്കരുത്. പണി ഞാൻ തരും, ഷുവറായിട്ട് തരും. അതുകൊണ്ട് വന്ന് കമൻറ്റ്, എൻ്റെ ചാനലിൽ വന്നൊരു കമൻറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ചാനലിൽ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിന്നെയൊക്കെ പൂട്ടാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതൊരു മനുഷ്യനാണെങ്കിൽ നിന്നെപ്പോലുള്ള കീടങ്ങളെ കളയെന്ന് പറിച്ചെടുത്ത് കളയാനായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനു വേണ്ടി പണിയെടുക്കുന്നവന്മാരെ നമുക്കറിയാം, അത് പണിയായി സ്വീകരിച്ച് നടക്കുന്നവന്മാരെ നമുക്കറിയാം. അത് ഇവിടെ നിന്നല്ല, നമ്മൾ ഏത് അറ്റത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാരുണ്ട്. ഈവൻ ഈ പ്ലാറ്റ്ഫോംസ് അതിന് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള പണി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിനക്കൊക്കെ ഇനി കുറച്ച് സമയമുണ്ട് വേണമെങ്കിൽ പരിപാടി നിർത്താനായിട്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണെങ്കിൽ പൊക്കാനുള്ള പരിപാടി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നമ്മളത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാൻ പറയാം, ഈ അടുത്ത് കുറേ ആൾക്കാർ പിടിക്കപ്പെടുന്നുണ്ട്, ഓരോ സംഭവങ്ങൾ, ഓരോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പേരുള്ളവന്മാർ. കുറേ പെണ്ണ് കേസിൽ ഒരുത്തന്നെ ഇപ്പോൾ കേസ് നടത്തിക്കൊണ്ട് കിടപ്പുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോഴേക്കും ഞാൻ പറയാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരുത്തനെ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട്. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ മറ്റേ സമൂഹത്തിലും മറ്റു വീഡിയോയിലും വന്നിട്ട് ഭയങ്കര നന്മപരം കളിക്കണവന്മാർ, അയ്യോ ഒന്നും പറഞ്ഞ തൊഴുത് നിൽക്കണവന്മാർ സൂപ്പറായിരിക്കും എന്നുള്ളത്. പക്ഷേ അതങ്ങനെയല്ല മക്കളെ. ഈ പറഞ്ഞ ഒരുപാട് ഓവർ വിനയം കാണിക്കുക, ഒരുപാട് ഓവർ മയവും കാണിക്കണവന്മാരാണ് നിങ്ങൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. നല്ല ഒന്നാന്തരം നേരവോ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് അങ്ങോട്ട് സംസാരിക്കും. അല്ലാത്തവന്മാരാണ് ഈ ഓവർ വിനയം കാണിച്ച് മറ്റേ സബ്സ്ക്രൈബർ ഇങ്ങനെ അയ്യോ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞത്. ഞാൻ ആരുടെ മുന്നിലും കുമ്പിട്ട് നിൽക്കാനും പോകണില്ല, ഓവാൻ പറയാന്നും പറഞ്ഞ് നിൽക്കാനും പോകണില്ല. കാരണം എനിക്കെൻ്റെ ആവശ്യമില്ല.
നമ്മൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ആൾക്കാരോട് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ, ഞാൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവൻ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ഒരു രീതിയിൽ തന്നെ പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ള ഇപ്പോൾ പറയുന്നതാണ്, നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് വന്നിട്ട് അലമ്പി ഓരോ പരിപാടി കാണിക്കണമെന്നൊക്കെ ഞാൻ വീണ്ടും അവസാന എന്താണ് വാണിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ 2 തവണ ആലോചിച്ചിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. കാരണം നിനക്കുള്ള കെണി തന്നെയായിരിക്കും നീ കമൻറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നീ സൂക്ഷിച്ചോ. അങ്ങനെയുള്ള ആരോട് ഞാൻ പറയുന്നത്, ആൾക്കാരോട്. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒരു സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അത് എൻ്റെ അഭിപ്രായം തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനും മാനിക്കും, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുൾ. ഇത്ര എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് ചിരിച്ചുകൊണ്ടിരുന്ന് പറയാൻ എനിക്ക് പറ്റൂല. എൻ്റെ ഇമോഷൻ ഇപ്പോൾ ഇതാണ്, ഞാനത് ഇങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്കത് ഫേക്ക് ചെയ്ത് കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ദഹിക്കുന്നില്ലെങ്കിൽ ദഹിക്കണ്ട. ഞാൻ ആൾക്കാരെ ദഹിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മുഖത്ത് നോക്കി പറഞ്ഞാണ് ശീലം. അതിപ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തരും എൻ്റെ മുഖത്ത് നോക്കിയായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മുഖത്ത് നോക്കി കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ വേറെ വീഡിയോ ഇട്ട് വരാം. നാളെ ഒരുപാട് സിനിമകൾ വേറെ ഇറങ്ങുന്നുണ്ട്, കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. ഞാൻ എന്നും അങ്ങനെ തന്നെയായിരുന്നു. ടിക്കറ്റ് എടുത്താണ് സിനിമ കണ്ട അഭിപ്രായം പറയുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്തൊക്കെ അതിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പറയാം. അതിനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തുറന്ന് പറഞ്ഞിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും. വളരെയധികം ഇഷ്ടപ്പെട്ടാൽ 2 തവണ പോയി കാണും. ചിലപ്പോൾ ഇപ്പോൾ വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൂടാന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ സിനിമ പോയി കാണും. അപ്പോൾ അങ്ങനെ എൻ്റെ പൈസയല്ലേ, എൻ്റെ സമയമല്ലേ, ഞാൻ അതെനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്തവൻ കാണണ്ട. പക്ഷേ നിനക്കൊക്കെ എന്തെങ്കിലും മറ്റടുത്ത കഴപ്പുണ്ടെന്ന് വെച്ചിട്ട് അത് എൻ്റെ ചാനലിൽ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ തീർക്കാന്നുള്ള ഒരു പരിപാടിയാണെങ്കിൽ അതിവിടെ വേകൂല. ആ പരിപ്പ് ഇവിടെ ഞാൻ വേവിക്കൂല. മനസ്സിലായില്ലേ? അന്ന് ഓർത്ത് വെച്ചോ. ഇത്രേ ഉള്ളൂ.